പൂച്ചക്കുട്ടീനെ കാണാൻ എങ്ങനെയുണ്ട്? ക്യൂട്ടായിട്ടില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ക്ലേ ക്യാറ്റ് മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്ലേ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ക്ലേ ആണ്. ഈ ക്ലേ എന്ന് പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എപ്പോഴും നമ്മൾ പേപ്പർ ക്രാഫ്റ്റും പിന്നെ ജേർണലിങ്ങൊക്കെ അല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കൊരു ക്ലേ ആർട്ട് മേക്കിംഗ് വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തുകൂടാ എന്ന്. ആക്ച്വലി പറയാനാണെങ്കിൽ ക്ലേ ചാംസ് ഉണ്ടാക്കൽ എൻ്റെ ഒരു ഹോബിയാണ്. ക്ലേ കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറേ ക്യൂട്ട് ചാംസ് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ചാനലിൽ കുറച്ചധികം ക്ലേ ചാംസ് മേക്കിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്താലോ എന്ന്. നമ്മുടെ പൂച്ചക്കുട്ടീനെ ഉണ്ടാക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മളൊന്ന് ബോളാക്കി എടുത്തിട്ട് നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ ഒരു സ്റ്റിക്കൊക്കെ എടുത്തിട്ട് അമർത്തിയിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. നമ്മൾ ഇതിൻ്റെ ഹെഡ് പെർഫെക്റ്റ് ആയിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ പൂച്ചേനെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല, ക്യൂട്ട് തോന്നിക്കില്ല. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് നന്നായിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം സമയമൊക്കെ പിടിക്കും ഇതുപോലെ ഒരു ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഡീറ്റെയിൽസ് കണ്ണുമൂക്കൊക്കെ വേണ്ടേ, അതിന് വേണ്ടി ഞാനൊരു ബ്ലാക്ക് ക്ലേ ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ടാണ് ഇങ്ങനെ തിന്നായിട്ടുള്ള സംഭവമാണ് എടുത്തിട്ട് ഇങ്ങനെ കണ്ണുമിങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ആക്ച്വലി ഇതുപോലെ ക്ലേ കൊണ്ടൊക്കെ ചെയ്ത് ഇതുപോലെ ക്ലേ കൊണ്ടൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്ത് എടുത്താൽ മതി. പിന്നെ ഞാൻ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വല്ല വൃത്തികേടാവല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അതുപോലെ ക്ലേ എടുത്ത് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മൂക്കും കൂടെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു പിങ്ക് കളർ ക്ലേ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂക്ക് ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ നമുക്കിങ്ങനെ പൂച്ചയ്ക്ക് ബോഡി വേണമല്ലോ, അതും ഇതുപോലെ തന്നെ നമ്മുടെ ഹെഡ് ഉണ്ടാക്കുന്ന നമ്മളിങ്ങനെ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ സ്റ്റിക്ക് കൊണ്ട് അമർത്തി കൊടുത്തില്ല, അതിൻ്റെ രണ്ട് സൈഡും ഈ ഒരു പാർട്ടിൽ ഇങ്ങനെ അമർത്തി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ഭാഗവും നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തുകൊണ്ടിരിക്കണം. ഇത് അതിനേലും പാടാണ് കേട്ടോ ഗൈസ്, ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല രസമാണ് കേട്ടോ ഇതൊന്ന് ഷേപ്പായി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നന്നായി ഷേപ്പ് ചെയ്തെടുക്കുക. അതിൻ്റെ കാല് രണ്ട് സംഭവം ഇതിങ്ങനെ അടിയിക്ക് ഒന്ന് വരുന്ന ടൈപ്പിലാണ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ. ഇനി എൻ്റെ പൂച്ചക്കുട്ടിയുടെ തലയിൽ ഞാൻ സ്ട്രോബെറി ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നെ ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ, സ്ട്രോബെറി തന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ നമ്മുടെ ഇതിൻ്റെ തലയൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനത്തെ ഒരു കമ്പിങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. അതിൽ ഇച്ചിരി പശ ആക്കിയിട്ട് വേണം കേട്ടോ ഒട്ടിച്ച് കൊടുക്കാൻ. ഞാനിപ്പോൾ പശ ഒട്ടിച്ച് കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൂച്ച ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി മെയിൻ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വാല് വെച്ച് കൊടുക്കണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്ലേ ഇങ്ങനെ എടുത്തിട്ടൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുത്തിട്ട് ഇതിൻ്റെ ബാക്കിലൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി, നല്ല ക്യൂട്ടായിരിക്കും. നിങ്ങൾക്ക് ആ വാലിൻ്റെ ഭാഗത്ത് വേണമെങ്കിൽ ബോയോ ഫ്ലവേഴ്സൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പൂച്ചക്കുട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.